NGS ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 4 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഫോണറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂൾ 1 ചാപ്റ്റർ 1 ദ നേച്ചർ ഓഫ് ലാംഗ്വേജിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ പറഞ്ഞു നിർത്തിയത് ഹ്യൂമൻ ലാംഗ്വേജ് എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ലാംഗ്വേജിനെ വ്യത്യസ്തമാക്കുന്ന 6 ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. സോ ഈ 6 ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് മറ്റ് ആനിമൽ സിസ്റ്റം അല്ലെങ്കിൽ ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനെ വ്യത്യസ്തമാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എക്സാമിന് ആയിട്ടൊക്കെ ചോദിക്കാൻ 15 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. So, നമ്മൾ പറഞ്ഞു there are the human language has six distinct features which are not seen in the communication system of animals. അപ്പോൾ ആനിമൽസിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കാണാത്ത 6 ഡിസ്റ്റിങ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 6 യുണീക് ഫീച്ചേഴ്സ് ആർക്കുണ്ട്? നമ്മുടെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് അഥവാ ഹ്യൂമൻ ലാംഗ്വേജസിനെല്ലാം ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേസ്മെന്റ്, സെക്കൻഡ് വൺ ഈസ് ആർബിട്രറിനെസ്, തേർഡ് വൺ ഈസ് ഡ്യുവാലിറ്റി ഓർ ഡബിൾ ആർട്ടിക്കുലേഷൻ, fourth one is productivity, creativity or open-endedness, fifth one is cultural transmission, sixth one is discreteness. സോ ഈ 6 ഫീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ ലാംഗ്വേജസിനെ ആനിമൽ ലാംഗ്വേജ് സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേസ്മെന്റ്. It is the property of the human language that allows the users of the language to talk about things and events not present in the immediate environment. Human language can refer to the past, present and future. Example, last night, now, next week, etc. It enables us to talk about things and places whose existence we are not sure of. For example, fairies, angels, heaven, hell, Superman, etc. The property of displacement allows human beings, unlike any other creature, to create fiction. On the other hand, animal communication is designed for the immediate place and time. It lacks the property of displacement. Animal communication is a response to stimulus like food or danger in the immediate environment. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലൂടെ നമുക്ക് പറയുന്നത്? ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ഹ്യൂമൻ ലാംഗ്വേജ് ദാറ്റ് അലൗസ് ദ യൂസേഴ്സ് ഓഫ് ലാംഗ്വേജ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ആൻഡ് ഇവന്റ്സ് നോട്ട് പ്രസന്റ് ഇൻ ദ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. അവന്റെ ഏറ്റവും അടുത്തുള്ള ചുറ്റുപാടിൽ നിന്നുള്ളതല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ഫീച്ചർ ഓഫ് ദ ഹ്യൂമൻ ലാംഗ്വേജിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ തൊട്ടടുത്തുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല അവൻ എന്ത് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ദ ഹ്യൂമൻ ലാംഗ്വേജ് ക്യാൻ റെഫർ ടു ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഭൂതം, ഭാവി, വർത്തമാന കാലങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ആരെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ആർക്ക് അതിനുള്ള കഴിവ് നൽകുന്നു? മനുഷ്യന് ഹ്യൂമൻ ലാംഗ്വേജസ് ആ ഒരു കഴിവ് നൽകുന്നു. And it enables us to talk about things and places whose existence we are not sure of. അത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് അത് തരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് അലോ ഹ്യൂമൻ ബീങ്സ് അൺലൈക്ക് എനി അതർ ക്രീച്ചർ ടു ക്രിയേറ്റ് ഫിക്ഷൻ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് എന്ത്? ലാംഗ്വേജിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. സോ അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഫീച്ചർ എന്ന് പറയുന്നത്? It is the property of the human language that allows the users of the language to talk about things and events not present in the immediate environment. മനുഷ്യന്റെ തൊട്ടടുത്തുള്ള ചുറ്റുപാടിൽ നിന്നല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഓഫ് ദ ഹ്യൂമൻ ലാംഗ്വേജിനാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? മനുഷ്യന് ഭൂതകാലത്തെയും ഭാവിയിലെയും വർത്തമാനകാലത്തെയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട്, അതുപോലെ തന്നെ അതിന്റെ എക്സിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സൂപ്പർമാൻ, അയൺമാൻ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ മാലാഖമാരെന്നൊക്കെ പറഞ്ഞു, നമ്മളിതൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കഴിവ്, നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പോലും സംസാരിക്കാനും, അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചേഴ്സ് കാരണം തന്നെ എന്ത് ചെയ്യാൻ, നമ്മളിപ്പോ പറഞ്ഞ സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ഫിക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഏത് പ്രോപ്പർട്ടിയാണ്? ഡിസ്പ്ലേസ്മെന്റ് പ്രോപ്പർട്ടി. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടി ആനിമൽസിൽ ഇല്ല. കാരണം എന്താണ്? ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിസൈൻഡ് ഫോർ ദ ഇമ്മീഡിയറ്റ് പ്ലേസ് ആൻഡ് ടൈം. ഇറ്റ് ലാക്സ് ദ പ്രോപ്പർട്ടി ഓഫ്
ഡിസ്പ്ലേസ്മെന്റ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് റെസ്പോൺസ് ടു സ്റ്റിമുലസ് ലൈക്ക് ഫുഡ് ഓർ ഡേഞ്ചർ ഇൻ ദ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. അപ്പൊ ഏറ്റവും അടുത്തുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിലുള്ള കാര്യങ്ങൾക്കുള്ള റെസ്പോൺസ് മാത്രമാണ് എന്ത് ആനിമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പൂച്ചയുടെ അടുത്ത് സ്നേഹത്തോടെ അല്ലെങ്കിൽ പൂച്ചയുടെ അടുത്ത് മീനിങ് കൊണ്ട് ഇല്ലുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മളോട് തിരിച്ചത് സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതുപോലെ അതിന്റെ അടുത്തുള്ള ഒരു പൂച്ചയും ഇന്നേ വരെ കഴിഞ്ഞ ആഴ്ച നീ എനിക്ക് മീൻ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ ദേഷ്യം കാണിച്ചിരിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും അതിന്റെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിൽ നിന്നുള്ള സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ആനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നടക്കുന്നത്. സോ അതായത് ആനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് എന്ത് പ്രോപ്പർട്ടി ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് പ്രോപ്പർട്ടി ഇല്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ പ്രോപ്പർട്ടി, ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഭൂതഭാവി വർത്തമാന കാലഘട്ടങ്ങളിലെയും എക്സിസ്റ്റൻസ് ഷ്യൂർ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പറയാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫീച്ചർ ആയിട്ട് പറയുന്നതാണ് ആർബിട്രറിനെസ്. ആർബിട്രറിനെസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. There is no natural or direct connection between a linguistic form or word and the object it represents, that is its meaning. പറയുന്ന കാര്യവും അതിന്റെ അർത്ഥവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതാണ് എന്തെന്ന് പറയുന്നത് ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഇംഗ്ലീഷ് വേർഡ് ട്രീ കറസ്പോണ്ട്സ് വിത്ത് വൃക്ഷ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് മരം ഓഫ് മലയാളം. നമ്മളിപ്പോ ഒരേ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ ഭാഷ മാറുന്നതിനനുസരിച്ച് പറയുന്ന വാക്ക് മാറും. ഇംഗ്ലീഷിൽ നമ്മൾ ട്രീ എന്ന് പറയുന്നു, സംസ്കൃതത്തിൽ നമ്മൾ വൃക്ഷം എന്ന് പറയുന്നു, മലയാളത്തിൽ നമ്മൾ മരം എന്ന് പറയുന്നു. ഇത് മൂന്നും ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു, നമ്മൾ പല രീതിയിൽ പല ഭാഷകളിൽ പറയുന്നു. അതാണ് പറഞ്ഞത് എന്താണ്, നമ്മൾ പറയുന്ന വാക്ക് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഫോം, ആ വേർഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്നില്ല, ആക്ച്വൽ ഒബ്ജക്റ്റീവ് ആയിട്ടൊരു നാച്ചുറൽ ഓർ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം, റിലേഷൻ ഉണ്ടാകണമെന്ന് ഇല്ല. ദർ ഇസ് നോ നാച്ചുറൽ ഓർ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദ ലിംഗ്വിസ്റ്റിക് ഫോം ആൻഡ് ദ ഒബ്ജക്റ്റ് ഇറ്റ് റെപ്രസെന്റ്. And there is apparently no natural relation between the various sounds that are used by these languages to these sequences and the meaning denoted by them. That is, the relationship between the sound and the meaning is arbitrary. അപ്പോൾ എന്താണ് arbitrariness of the human language എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വരി എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. എന്താണ് സാധനം? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഹ്യൂമൻ ലാംഗ്വേജസ് ടു ദ that is the relationship between the sound and the meaning is arbitrary, that is not based on reason. നമ്മൾ പറയുന്ന വസ്തു, നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വസ്തുവും അതിന് ഉപയോഗിക്കുന്ന സൗണ്ടും തമ്മിൽ ഡയറക്റ്റ് ബന്ധം വേണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ പ്യുവർ ഒരു റീസൺ വേണമെന്നില്ല. And in animal communication, there is a clear connection between the conveyed message and the signal used to convey. പക്ഷെ ആനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ്, അത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും അതിന് ഉപയോഗിക്കുന്ന സൗണ്ടും തമ്മിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. It consists of a fixed and limited set of forms, that is vocal or gestural, and many of these forms are used only in specific situations. Example, establishing territory or at particular times like the mating season. അപ്പോൾ ആനിമൽസ് പല സമയത്തും പല തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും അവ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന മീനിങ് ആയിട്ട് എപ്പോഴും ഡയറക്ട്ലി ലിങ്ക്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ത് പ്രോപ്പർട്ടി ഇല്ല, ആർബിട്രറിനെസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആർബിട്രറിനെസ്. ഹ്യൂമൻ ലാംഗ്വേജസിന്റെ എന്താണ് ആർബിട്രറിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തു അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന വസ്തുവും അതിന് ഉപയോഗിക്കുന്ന ശബ്ദവും തമ്മിൽ ഒരു ഡയറക്റ്റ് ഓർ നാച്ചുറൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കണക്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. ഇതിനാണ് എന്തെന്ന് പറയുന്നത് ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സംസ്കൃതത്തിൽ നമ്മൾ വൃക്ഷം എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ ട്രീ എന്ന് പറഞ്ഞാലും മലയാളത്തിൽ മരം എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്, മരം എന്നുള്ള ആ ഒരു വസ്തു തന്നെ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡ്യുവാലിറ്റി അഥവാ ഡബിൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നതാണ്. സോ എന്താണ് അതെന്ന് നോക്കാം. The human language is organized at two levels or layers simultaneously. This property of the language is called as duality. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ലേയേഴ്സ് ഉള്ളതാണ് എന്ത് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് ലേയേഴ്സ് നോക്കാം. We have the physical level at which we produce individual sounds, which is the phonemes, and we also have the semantic layer when we combine these sounds in different ways and produce different levels of meanings.
ഫോർ എക്സാമ്പിൾ, അതായത് നമ്മുടെ പറയുന്നത് എന്താണ്, നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഡ്യുവാലിറ്റി അഥവാ ഡബിൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് 2 ലേയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 ലേയേഴ്സും തുല്യമായിട്ടുള്ള രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ ആണ് എന്തിന് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിന്. അതിൽ ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ സൗണ്ട്സ് ആണ്. നമ്മൾ ഓരോ വാക്കുകൾക്കും കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ സൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ ആ ഫോണീംസ് ആണ്. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്ന ആ ഇൻഡിവിജ്വൽ സൗണ്ട്സ് വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേർഡ്സിന്റെ ആ ഒരു ലെയർ. അങ്ങനെ ഒരു ഫോണീമിക് ലെയറും ഒരു സിമാൻറ്റിക് ലെയറും, അങ്ങനെ 2 ലെയേഴ്സും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജസ്. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടി ഓഫ് ദ ഹ്യൂമൻ ലാംഗ്വേജിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡ്യുവാലിറ്റി അഥവാ ഡബിൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. The human language is organized at 2 layers or levels simultaneously, and this property of the language is called duality. We have the physical layer at which we produce the individual sounds or phonemes, example p, a, t, etc. And we also have the semantic layer when we combine these sounds in different ways and produce different levels of meanings, example pat, tap, etc. and which have different meanings. And with a limited set of distinct sounds, we are capable of producing numerous sound combinations with distinct meanings. അതായത് നമുക്ക് ഉള്ള ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് സൗണ്ട്സ് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല അർത്ഥങ്ങളുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്ത് പ്രോപ്പർട്ടിയാണ്, നമ്മുടെ ഡ്യുവാലിറ്റി അഥവാ ഡബിൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് ഓഫ് ആനിമൽസ് ആർ ഫിക്സഡ് ആൻഡ് കനോട്ട് ബി സ്പ്ലിറ്റ് ഓഫ്. അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഡ്യുവാലിറ്റി പറഞ്ഞു, പക്ഷേ ഇത് ആനിമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആനിമൽ ലാംഗ്വേജിനകത്ത് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല. അതിന് കാരണം ഫോർ എക്സാമ്പിൾ എന്താണ്, വൂഫ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ട്, ഇപ്പോ നായ്ക്കളൊക്കെ ചിലപ്പോൾ വൂഫ് വൂഫ് ആക്കൂലേ, അപ്പൊ ആ ഒരു വൂഫ് എന്നുള്ള ആ ഒരു സൗണ്ട് അതിന് നമ്മൾ എത്ര സ്പ്ലിറ്റ് ചെയ്താലും WU എന്ന് മാത്രമേ ആക്കാൻ പറ്റൂ. ആൻഡ് അങ്ങനെ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. സോ അതുകൊണ്ട് തന്നെ ആനിമൽ ലാംഗ്വേജസ് എന്തല്ല എന്ന് പറയാം, അതിന് ഡ്യുവാലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ല, അല്ലെങ്കിൽ അതിന് ഇതുപോലെ ഫോണീമിക് ലെയറും അത് വെച്ചുണ്ടാക്കുന്ന സിമാൻറ്റിക്സിന്റെ മറ്റൊരു ലെയറും അങ്ങനെയൊന്നും ഇല്ല. ആനിമൽസ് ലെയർ സിംഗിൾ ലെയർ ആണ്, അത് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹ്യൂമൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റന്റ് സൗണ്ട്സ് വെച്ച് പല അർത്ഥത്തിലുള്ള വിവിധ തരങ്ങളിലുള്ള വേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുള്ള കാരണമാണ് എന്ത്, നമ്മുടെ ഡ്യുവാലിറ്റി അഥവാ ഡബിൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ഹ്യൂമൻ ലാംഗ്വേജസിന്റെ എന്താണ്, പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി അഥവാ ഓപ്പൺ എൻഡഡ്നെസ്. എന്താണെന്ന് നോക്കാം. ദ ഹ്യൂമൻ ലാംഗ്വേജ് ഇസ് ഓപ്പൺ എൻഡഡ്, എക്സ്റ്റെൻഡബിൾ ആൻഡ് മോഡിഫയബിൾ. നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതും എക്സ്റ്റെൻഡബിളും ആയിട്ടുള്ളത് ആണ്. ഇറ്റ് ഹാസ് ദ കേപ്പബിലിറ്റി ടു കണ്ടിന്യൂസ്ലി ക്രിയേറ്റ് ന്യൂ എക്സ്പ്രഷൻസ് ആൻഡ് അട്ടറൻസസ് ടു ഡിസ്ക്രൈബ് ന്യൂ ഒബ്ജക്ട്സ് ആൻഡ് സിറ്റുവേഷൻസ്. പുതിയ അനുഭവങ്ങളെയും പുതിയ കാര്യങ്ങളെയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വളരെയധികം പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ വളരെയധികം യോജിച്ച രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന, മോഡിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ എക്സ്പ്രഷൻസും പുതിയ അട്ടറൻസസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് അല്ലെങ്കിൽ കേപ്പബിലിറ്റിയാണ് എന്തിനുള്ളത്, ഹ്യൂമൻ ലാംഗ്വേജസിനുള്ളത്. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജസിന്റെ ഓപ്പൺ എൻഡഡ്നെസ്, ക്രിയേറ്റിവിറ്റി അഥവാ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് എന്താണ്, വളരെയധികം ക്രിയേറ്റീവ് ആണ്. നമുക്കിപ്പോൾ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണ് പുതിയൊരു വസ്തു നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹ്യൂമൻ ലാംഗ്വേജസ് യൂസ് ചെയ്ത് അതിനെ നെയിം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. The human communication makes infinite use of finite means. നമുക്ക് ഫിനിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള വാക്കുകളുടെ സെറ്റ് അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള സൗണ്ട്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ യാതൊരു കണക്കുമില്ലാത്ത അത്രയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ആനുവൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആനുവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് സിഗ്നൽസ് ആൻഡ് കാനോട്ട് പ്രൊഡ്യൂസ് എനി സൗണ്ട്സ് ടു ഡിസ്ക്രൈബ് നോവൽ എക്സ്പീരിയൻസ്. അപ്പോൾ ആനിമൽസിന് എന്തേ ഉള്ളൂ, ആനിമൽസിന് സന്തോഷം അല്ലെങ്കിൽ വിഷമം തോന്നിയ കരയാനും സന്തോഷം തോന്നിയാൽ അത് അതിൻ്റെതായിട്ടല്ല എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണോ അത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ പുതിയൊരു കാര്യം കാണുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷനിൽ പെടുമ്പോഴോ ഒന്നും അതിനനുസരിച്ച് പുതിയ രീതിയിൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഉള്ള കഴിവൊന്നും ആർക്കില്ല, ആനിമൽസിന് ഇല്ല. അതാണ് പറയുന്നത് ആനിമൽസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. പക്ഷേ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ളതാണ്. വളരെയധികം ക്രിയേറ്റീവ് ആയിട്ട് പുതിയ സിറ്റുവേഷൻസും പുതിയ കാര്യങ്ങളെയും നമുക്ക് ഹ്യൂമൻ ലാംഗ്വേജസ് യൂസ് ചെയ്ത് വളരെ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൾച്ചറൽ ട്രാൻസ്മിഷൻ. The human beings inherit physical features from their parents but not language.
we acquire a language in a culture with other speakers and not from parental genes. Cultural transmission is thus the process by which a language is passed on from one generation to the next. For example, an infant born to Malayali parents who live in Kerala can speak Malayalam, who is brought up from birth by English speakers in UK will have the physical characteristics inherited from its natural parents, but it will inevitably speak English. അതായത് പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തല്ല, നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പോലെ ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതല്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൽ നിന്നും ഡേ ടു ഡേ ഇന്ററാക്ഷൻ വഴി നമ്മൾ അക്യൂർ ചെയ്ത് അല്ലെങ്കിൽ ലേൺ ചെയ്ത് എടുക്കുന്നതാണ് ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്ത് വരുന്നതായതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, അത് കൾച്ചറൽ ട്രാൻസ്മിഷൻ ആണെന്ന് പറയുന്നത്. അതെന്തല്ല, ജനറ്റിക് ട്രാൻസ്മിഷൻ അല്ല. ജനിച്ച ഉടനെ ഭാഷയും പഠിച്ചുകൊണ്ടല്ല കുട്ടികൾ വരുന്നത്. പകരം എന്താണ്, അവരുടെ സൊസൈറ്റി ആയിട്ടുള്ള ഡേ ടു ഡേ ഇന്ററാക്ഷൻ വഴിയാണ് ആ ഒരു ലാംഗ്വേജ് അവർ അക്യൂർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഒരു മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരു മലയാളി അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരു കുട്ടി, ആ കുട്ടി കേരളത്തിൽ മലയാളികളുടെ ഇടയിലാണ് വളരുന്നതെങ്കിൽ മലയാളം സംസാരിക്കും. അതുപോലെ പക്ഷെ ആ ഒരു കുട്ടിയെ തന്നെ എന്താണ് അമേരിക്കയിലോ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡമിലോ ഒക്കെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് വളരുന്നതെങ്കിൽ കുട്ടിയെ അച്ഛനെയും അമ്മയും പോലെ ഒരു മലയാളി ലുക്ക് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും സംസാരിക്കുന്നത് അവരുടെ ഭാഷ അല്ലെങ്കിൽ ആ കുട്ടി വളർന്ന സാഹചര്യത്തിന്റെ ഭാഷ ഏതാണോ ആ ഭാഷയായിരിക്കും ആ കുട്ടി സംസാരിക്കുന്നത്, ഈ കേസിൽ ഇംഗ്ലീഷ്. സോ ഇതാണ് പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തല്ല, അത് ജനറ്റിക്കലി ഒരു ഫിസിക്കൽ ഫീച്ചർ പോലെ ജനറ്റിക്കലി ഇൻഹെറിറ്റ് ചെയ്യുന്നതല്ല. പകരം എന്താണ്, അത് കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടിൽ നിന്ന് ഡേ ടു ഡേ ഇന്ററാക്ഷൻ വഴിയൊക്കെ അവൻ അക്യൂർ ചെയ്യുന്നതും ലേൺ ചെയ്തും എടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ്, ഇൻ ആനിമൽ കമ്മ്യൂണിക്കേഷൻ only a set of specific signals are used and they are produced instinctively and are not learned. ആനിമൽ കമ്മ്യൂണിക്കേഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ പക്ഷെ എങ്ങനെയാണ്, അത് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആണ്. അതെന്താണ്, അത് ജനിക്കുന്ന സമയത്ത് അതിന് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആനിമൽസ് എല്ലാം ജനിക്കുന്നത്. ആനിമൽസിന് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുക പഠിപ്പിക്കേണ്ടതൊന്നും കാര്യമില്ല. ആനിമൽസ് എന്ത് ചെയ്യും, നാച്ചുറലി അതിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. അതിന് വിശക്കുമ്പോൾ കരയാനും സന്തോഷം തോന്നുമ്പോൾ പൂച്ചയൊക്കെ ആണെങ്കിൽ കാലിന്റെ അടുത്ത് അതിങ്ങനെ നമ്മുടെ കൂടെയൊക്കെ നിൽക്കാനും ഒക്കെയുള്ള അത് അതിന് ജനറ്റിക്കലി കിട്ടുന്ന ആ ഒരു അറിവാണ്. അല്ലാതെ അത് അതിന്റെ കൾച്ചറിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്നതൊന്നും അല്ല. അപ്പൊ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കൾച്ചറൽ ട്രാൻസ്മിഷൻ വഴി കിട്ടുന്നതും ആനിമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആനിമൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജനറ്റിക്കലി അക്വയർ ചെയ്യുന്നതും ആണ്. ഇനി അവസാനത്തെ 6ാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്, ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. The sounds used in language are meaningfully distinct. This leads to a distinction in meaning. The property of the language is known as discreteness. എന്താണെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് അതിന്റെ എക്സാമ്പിളും കൂടെ നോക്കുക, അപ്പൊ മനസ്സിലാവും. അതായത് ഫോർ എക്സാമ്പിൾ, ബ് ആൻഡ് പ് ആർ ഡിഫറെന്റ്. When these sounds are used, they are used in such a way that the occurrence of one sound rather than the other is meaningful and cause a difference in the meaning. Example as in pat and bat. അതായത് പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജസിനകത്ത് ഓരോ സൗണ്ടും എന്താണ്, വ്യത്യസ്തമാണ്. ഓരോ സൗണ്ടും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അത് ആ സൗണ്ട്സ് വെച്ച് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആ സൗണ്ട്സ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും എന്താണ്, അതിന്റെ മീനിങ് ഫുള്ളി അതെന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അല്ലെങ്കിൽ അതും വ്യത്യസ്തമാണ്. ഓരോ ശബ്ദങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ചിലപ്പോൾ എന്താകാം, ചിലപ്പോൾ സിമിലർ ആകാം, കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കാം, പക്ഷെ എന്താണ്, അത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പ് ആൻഡ് ബ് കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന സൗണ്ട്, പക്ഷെ ഈ സൗണ്ട്സ് വെച്ച് ഈ രണ്ട് സൗണ്ടും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൗണ്ട്സ് വെച്ച് ഉണ്ടാക്കുന്ന വാക്ക്, എക്സാമ്പിൾ പാറ്റ്, ബാറ്റ്, ഈ രണ്ട് സൗണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷെ അതെന്താണ്, പ് എന്നുള്ള സ്ഥലത്ത് ബ് വന്നാൽ അർത്ഥം മാറും. അതാണ് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലൂടെ ഹ്യൂമൻ ലാംഗ്വേജസ് എന്താണ്, ഓരോ സൗണ്ടും എന്താണ്, ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ സൗണ്ട്സ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്താണ്, മീനിങ് ഫുള്ളി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഈ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഹ്യൂമൻ ലാംഗ്വേജസിന്റെ മറ്റു ചില പ്രത്യേകതകളുണ്ട്. എന്താണ്, ഇറ്റ് ഈസ് എ സിംബോളിക് സിസ്റ്റം. അതെന്താണ്, അതൊരു സിംബോളിക് സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി സ്പോക്കൺ ബട്ട് ഓൾസോ റിട്ടൺ. നമ്മൾ പറയുന്ന മിക്ക ഭാഷകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഭാഷകളും നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കുന്നുണ്ട്, പറയാൻ മാത്രമല്ല അത് സിംബൽസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആൽഫബറ്റ്സും ക്യാരക്ടേഴ്സും സിന്റാക്സും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എഴുതി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത് എന്തിനു സഹായിക്കുന്നു, ഇറ്റ് ഹാസ് ആൽഫബറ്റ്സ് വിച്ച് ഹെൽപ്പ് us to preserve
പ്രിസർവ് അവർ ഐഡിയാസ്. നമുക്ക് ആ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരിക്കൽ തോന്നുന്ന ആശയങ്ങൾ നമുക്ക് എഴുതി വെക്കാനും അതിലൂടെ അത് പ്രിസർവ് ചെയ്യാനും ആ ഒരു ഐഡിയ നമുക്ക് കാലാകാലം സൂക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജസിന്റെ 6 പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ്, ആർബിട്രറിനെസ്, ഡ്യുവാലിറ്റി ഓർ ഡബിൾ ആർട്ടിക്കുലേഷൻ, അടുത്തത് പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് ഓപ്പൺ എൻഡഡ്നെസ്, ആൻഡ് കൾച്ചറൽ ട്രാൻസ്മിഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഡിസ്ക്രീറ്റ്നെസ്. ഇത് മാറിപ്പോകാതെ പഠിക്കുക. എക്സാമിന് ചിലപ്പോൾ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും ആനിമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാലും ഈ പ്രോപ്പർട്ടീസ് വെച്ച് തന്നെ അങ്ങ് എഴുതിയാൽ മതിയാവും.